ാറില്ലേ മൊഹീദ്ദീൻ ഷെയ്ഖിനും റിഫായി ഷെയ്ഖിനും നമ്പറുണ്ട്. നേർച്ച ആരാധന അല്ലേ, ഇബാദത്തല്ലേ? അതെ. മൊഹീദ്ദീൻ ഷെയ്ഖ് അള്ളയാണോ? അല്ല. അപ്പൊ നേർച്ച, കോഴിയെ നേർച്ചാക്കുന്നു, ആടിനെ നേർച്ചാക്കുന്നു, ഇത് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നേർച്ചാക്കിയ കോഴിയാണെന്നൊക്കെ പറയാറില്ലേ? ഉണ്ട്. അപ്പൊ നേർച്ച ഇബാദത്തല്ലേ? അതെ. മൊഹീദ്ദീൻ ഷെയ്ഖ് അള്ളയാണോ? അല്ല. അപ്പോൾ അള്ള അല്ലാത്ത മൊഹീദ്ദീൻ ഷെയ്ഖിന് കോഴിയെ നേർച്ചാക്കൽ എന്ന് ഇബാദത്ത് സമർപ്പിച്ചില്ലേ? അപ്പോൾ പിന്നെ അള്ള അല്ലാത്തവർക്ക് ആരാധനയായില്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഇനി ഉത്തരം പറയാം. ആ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു, ഇന്ന് വ്യാഴാഴ്ച, അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. നാളെ നമ്മൾ വെള്ളിയാഴ്ച ആയാല് ജുമാക്ക് ശേഷം ഖത്തീബ് ഉസ്താദ് ദുആ ഒക്കെ കഴിഞ്ഞാൽ പറയും മയ്യത്തുസ്കരിക്കാനുണ്ട്, ഇന്നലെ മരിച്ചുപോയ അബ്ദുള്ളാൻ്റെ പേരിൽ മയ്യത്തുസ്കരിക്കാനുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ട് അയാളോട് ചോദിച്ച്, നിസ്കാരം ആരാധനയാണോ, ഇബാദത്താണോ? അതെ. മയ്യത്തുസ്കാരം? അതെ. ഇതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്? അബ്ദുള്ളാക്ക് വേണ്ടിയിട്ട്. അള്ള ഇല്ലാത്ത ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അത് അബ്ദുള്ള അല്ലേ, അള്ളല്ലല്ല അല്ലേ? അപ്പോൾ ഓൻ പിന്നെ എന്നോട് ചോദിക്കാം, അതെന്നെ ഉസ്താദ് അല്ലേ അല്ലേ? ഞാൻ പറഞ്ഞു, അബ്ദുള്ളാൻ്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു. അതുകൊണ്ടാണ് അബ്ദുല്ലാഹു അക്ബർ എന്നല്ല ചൊല്ലല്, അല്ലാഹു അക്ബർ. ബിസ്മി മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്നല്ല ചൊല്ലല്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ അയാളെ കണ്ടിട്ടില്ല. സംഭവം ഇത് ബുഷറൽ കരീമിലും തഫ്സീർ സ്വാവിയിലൊക്കെ ഉത്തരാണ്, പക്ഷെ ഓൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ടിറ്റ് ഫോർ ടാറ്റ് എടുത്തു മാത്രം. ഇത്രയേ ഉള്ളൂ സംഭവം. അവർ വലിയ ആനത്തല വലുപ്പത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നുമില്ല മനുഷ്യന്മാർ. വേറൊരുത്തൻ